നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിലെ ടെറസില് ആനന്ദും ആകാശവും ആര്യനും ധർമ്മനും ഒക്കെ സംസാരിക്കുവാണ്. ആ സമയത്ത് ആര്യം പറഞ്ഞു, ഇതേ മാമ, മുമ്പ് നമ്മൾ ഇവിടെ വന്ന് ബിയറൊക്കെ കുടിച്ചിരിക്കുന്ന ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, അതൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോടാ? നമ്മളെല്ലാരും കൂടെ അടിച്ചു പൊളിച്ച് എന്തൊരു രസമായിരുന്നില്ലേ? പൊറോട്ടയൊക്കെ വാങ്ങി അങ്ങനെ എല്ലാരും കൂടെ സന്തോഷത്തോടെ ഇവിടെ വന്ന് ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ധർമ്മന്റെ മനസ്സിൽ കൂടെ പോവാണ്. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, കുറച്ചു മുമ്പ് ആനന്ദേട്ടൻ ഇത് പറയുമായിരുന്നെങ്കിൽ നമുക്ക് ബിയറൊക്കെ വാങ്ങിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു, ഇനി ഈ സമയം ഒന്നും വൈകിട്ടില്ല എന്ന് പറഞ്ഞു. ബിയറൊക്കെ അടിച്ച് നമുക്കങ്ങ് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു. ഇവന്റെ മനസ്സിലെ വിഷമമൊക്കെ നമുക്കൊന്ന് കളയണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ധർമ്മം പറഞ്ഞു, എടാ നീയൊക്കെ ഓർക്കുന്നുണ്ടോ? മുമ്പ് നമ്മൾ ഇവിടെ വന്ന് പൊറോട്ട ചിക്കൻ കഴിച്ചിട്ട് ചിക്കന്റെ ആ കാലും കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്തേക്ക് ആനന്ദ് എറിഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, അതെ, ഞാൻ അത് പിന്നെ വേണ്ട കൂടുതലൊന്നും പറയണ്ട, നീയായി എറിഞ്ഞത്. എന്നിട്ടോ അവസാനം കുറ്റം വന്ന് കഴിഞ്ഞപ്പോ എന്റെ തലയിലുമായി. അളിയൻ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? അത് മാമനാന്ന്. അല്ലേലും അങ്ങനെയാണല്ലോ, എന്ത് വന്നാലും എന്റെ തലയിലേക്ക് വെച്ച് കെട്ടാനായിട്ടാണല്ലോ നിങ്ങക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരും പറഞ്ഞു, അങ്ങനെ പറയരുത് മാമ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ചിരിച്ചുല്ലസിച്ച് അവർ എൻജോയ് ചെയ്യുവാണ്. കാരണം ആനന്ദിനെ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം, അതായിരുന്നു അവരുടെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാല്. അതിനു വേണ്ടിയിട്ട് അവർ ബിയറൊക്കെ കുടിച്ച് സന്തോഷിക്കുന്നുണ്ട്. ആനന്ദിനും കുറെ ദിവസങ്ങൾക്ക് ശേഷം മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നി. കാരണം തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അവരെങ്ങനെ ആ രാത്രി ആഘോഷിക്കുക. ഇതേ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു ശ്രീദേവി. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശ്രീദേവി സിറ്റൗട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലൻ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, നീ എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല. നീ ആരെയും നോക്കുന്നേ? ഒന്നുമില്ല ബാലച്ചാന്ന് പറഞ്ഞു. എന്താ ആനന്ദ് വന്നില്ലേ മുറിയിലേക്കെന്ന് ചോദിച്ചു. അത് പിന്നെ എന്താ ആനന്ദ് മുമ്പത്തെ പോലെ എവിടെയൊക്കെയും ഇറങ്ങിപ്പോയിന്ന് ചോദിച്ചു. അത് ബാലച്ച. അപ്പോഴാണ് ടെറസിൽ നിന്ന് ആരിന്റെ ആകാശിന്റെ ഒക്കെ ശബ്ദം കേൾക്കണത്. അപ്പൊ അവരൊക്കെ ടെറസിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴേക്ക് ബാലൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി, മോള് കയറി പോയിക്കോളാൻ പറഞ്ഞു. അത് പറഞ്ഞ് ബാലന് ടെറസിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ശ്രീദേവി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അത് പിന്നെ എന്താ മോളെ? അതെ, ആനന്ദനോട് വഴക്കൊന്നും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. വഴക്ക് പറയാനോ? അതെ, ആനന്ദനോട് വഴക്കൊന്നും പറയണ്ട. ചെന്നിട്ട് ആനന്ദന്റെ പാവ, ആനന്ദന്റെ സങ്കടം കൊണ്ടായിരിക്കും ആനന്ദൻ ടെറസിൽ പോയിരിക്കുന്നത്. അച്ഛൻ വഴക്കൊന്നും പറയില്ലെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ വഴക്കൊന്നും പറയുന്നില്ല, മോള് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ബാലൻ നേരം ടെറസിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ബാലൻ ആ കാഴ്ച കാണുന്നേ, 4 പേരും മത്തി അടിക്കിയതുപോലെ അവിടെ കിടക്കണം. കൂടെ ധർമ്മനും ഉണ്ട്. എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് ഒരാളുടെ മേലെ ഒരാൾ കാലൊക്കെ എടുത്തു വെച്ച് അങ്ങനെയാണ് അവരുടെ കിടപ്പും കാര്യങ്ങളൊക്കെ. ഈ സമയം ബാലൻ നോക്കി. അപ്പോഴേക്കും ധർമ്മം പിച്ചും പേയും പറയുന്നുണ്ട്, ദേ നമ്മളെ ബിയർ കുടിച്ച കാര്യം അളിയനോട് പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, ഞാൻ പറയില്ല, പക്ഷെ മാമൻ പറയാതിരുന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, എന്റെ നാവിൽ നിന്ന് അച്ഛൻ എന്താണല്ലോ ആ സത്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആര്യനാണെങ്കിൽ നല്ല ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ ഒരുത്തം കിടക്കണേ, അവനൊന്നും അറിയുന്ന പോലുമില്ല, എന്തൊരു ഉറക്കമാന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവരോരോന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ ഇങ്ങനെ നോക്കി. ബാലൻ എന്തോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. എത്ര ദിവസത്തിന് ശേഷം ആനന്ദിന്റെ മുഖത്ത് ഇത്ര ഒരു സന്തോഷം കാണുന്നേ. കാരണം കുറെ ദിവസങ്ങളായിട്ട് ആനന്ദ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പം തന്റെ സഹോദരന്മാരുടെ ഒത്ത് ഇച്ചിരി ബിയർ അടിച്ചിട്ടാണെങ്കിലും ശരി സന്തോഷത്തോടെ ഇരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലനൊരു സന്തോഷമായി. അങ്ങനെ ബാലൻ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ടെൻഷൻ അടിച്ചിരിക്കുക. ശ്രീദേവി വെച്ചു, ബാലച്ച ആനന്ദന്റെ വഴക്ക് പറയാൻ മറ്റേ ചെയ്തോ? പ്രശ്നമൊന്നുമില്ല, അവനവിടെ ഹാപ്പി ആയിട്ടാ. എത്ര ദിവസം കൂടി അവന്റെ മുഖത്ത് എൻ്റെ സന്തോഷം കാണുന്നേ. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോഴും സമാധാനമായി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു, ആണോ, ഇപ്പോഴേ എനിക്ക് സമാധാനമായത് ആനന്ദേട്ടൻ ഹാപ്പിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം. അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആനന്ദ് വേറെ പ്രശ്നമൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? അല്ല, മോളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ കുഞ്ഞു പോയതിന്റെ പേരില്? ഇല്ല ബാലച്ച, അങ്ങനെയൊന്നും ഇല്ല. ആനന്ദേട്ടൻ എന്നോട് ദേഷ്യമൊന്നും ഇല്ല. ആനന്ദേട്ടൻ എന്നോട് സ്നേഹമുള്ളൂ. ഒരുപക്ഷെ ഞാനേ മുറിയിൽ നിന്ന് സങ്കടപ്പെടുന്ന കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കും ആനന്ദേട്ടൻ ടെറസിലേക്ക് പോയിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ മുറിയിൽ നിന്നിട്ടുണ്ട് എന്റെ മുഖം കണ്ട് കഴിയുമ്പോൾ ആനന്ദേട്ടന്റെ സങ്കടമായിരിക്കും. അല്ലാതെ ആനന്ദേട്ടൻ എന്നെ വഴക്ക് പറയാറൊന്നുമില്ല. അല്ല, നിങ്ങൾ തമ്മിൽ വേറെന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ആനന്ദേട്ടന്റെ മനസ്സിൽ ബുദ്ധിമുട്ട് കാണുമെന്ന് പറഞ്ഞു. ഈ സമയം ബാലൻ പറഞ്ഞു, പാവം, കുറെ പ്രതീക്ഷകളോട് കാത്തിരുന്ന കുഞ്ഞിന് വേണ്ടുന്ന കുഞ്ഞുടുപ്പും തൊട്ടിലും ഒക്കെ വാങ്ങിച്ചിരുന്നല്ലേ, ആ സമയത്തല്ലേ അപ്രതീക്ഷിതമായിട്ട് ഈ വാർത്ത കേട്ടത്. അത്
സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. സാരമില്ല മോളെ, അധികം വൈകാതെ തന്നെ അവന് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പാ. കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, അവൻ ആ പഴയപടി തന്നെ എത്തും. നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവും. മോള് വിഷമിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ശ്രീദേവിയെ. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, എനിക്ക് സങ്കടമൊന്നുമില്ല ബാലച്ച, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നേ? എനിക്ക് ആനന്ദേണ്ട സന്തോഷം കണ്ടാൽ മാത്രം മതി. ആനന്ദേണ്ട മനസ്സിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. എന്റെ സങ്കടം എനിക്ക് പ്രശ്നമില്ല, ഞാൻ അതൊക്കെ ഉള്ളിൽ ഒതുക്കോളാം. പക്ഷെ ആനന്ദേണ്ട മനസ്സ് ആർന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ബാലച്ച എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലനും വിഷമായി. എങ്കിൽ മോള് പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ശ്രീദേവി മുറിയിലേക്ക് പോവാണ്. പക്ഷെ ബാലനാണെങ്കിലോ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ദേവിയുടെ കാര്യം ഓർത്തിട്ട്. ദേവി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ബാലന് മനസ്സിലായി. പിന്നീട് ബാലൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഗോമതി ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ബാലന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിച്ചു, എന്താ ബാലേട്ടാന്ന് ചോദിച്ചു. ആ സമയം ബാലൻ പറഞ്ഞു, അതെ, കുറച്ച് കടമകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ ബാലേട്ട? ബാലേട്ടൻ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അനുവിന്റെ കല്യാണം അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറഞ്ഞു. അനുവിന്റെ കല്യാണം എന്താ? അല്ല, അതിനിപ്പോ പെട്ടെന്ന് നടത്താന്ന് പറഞ്ഞ ചെക്കന് അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. അല്ല, അനുവിനോട് ചോദിക്കണ്ടേ? എന്തിനാ ഇനി അവളോട് ചോദിക്കുന്നേ? അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇനിയിപ്പൊ അവളുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഇഷ്ടത്തിനാണ് പ്രധാനം എന്ന് പറഞ്ഞു. എന്നാലും ബാലേട്ട, അവളുടെ കല്യാണമല്ലേ, അപ്പൊ അവളുടെ സമ്മതം കൂടെ ചോദിക്കാതെ? അവളുടെ സമ്മതം നിനക്കറിയാലോ ഗോമതി, ഇത്ര നാളെ എന്റെ മനസ്സിൽ ആഗ്രഹം എന്തായിരുന്നു, നീ അവൾക്ക് കല്യാണാലോചന ഒക്കെ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു വേണ്ട, കുറച്ചുകൂടി കഴിയട്ടെ, അവളെ ഒരു IAS കാര്യമാക്കി കാണാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ എങ്കില് ഇപ്പൊ ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയില്ലേ. ഇനിയിപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവളെ കെട്ടിച്ചു വിടുക, അത് മാത്രമുള്ള ലക്ഷ്യം, അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതിന് പറ്റിയൊരു ചെറുക്കനെ എവിടെയെങ്കിലും കണ്ടുപിടിക്കുക, എന്നിട്ട് കല്യാണം നടത്തി വിടുക. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, ശരി, ബാലേട്ടൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ധർമ്മന് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. സുകന്യയും കൂടെ കാരണമുള്ളോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊരു ചിന്ത ധർമ്മന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ധർമ്മം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുകന്യ പറഞ്ഞു, അതെ ധർമ്മേട്ട, എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ, അതുകൊണ്ടല്ലേ ടെറസിൽ ഇന്നലെ പോയി കിടന്നല്ലേന്ന് ചോദിച്ചു. ഞാൻ എവിടെ പോയി കിടന്നാൽ നിനക്ക് എന്താടിന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. അല്ല ധർമ്മേട്ട, എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് ചോദിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ധർമ്മൻ ചാടി എഴുന്നേറ്റു. കള്ളത്തരം പറയുന്ന മുഖത്ത് നോക്കി, എടി നീ ആ ലോകം അനുസരിച്ച് നമ്മളുടെ ബന്ധം മറച്ചു വെച്ചില്ലേ, ആ ബന്ധത്തെക്കുറിച്ച് ആദ്യമേ തന്നെ പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഇല്ല, ആ തന്നെ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാന്ന് പറഞ്ഞു. ധർമ്മേട്ട, ഞാനതിന് ഈ കുടുംബത്തെ രക്ഷിക്കാനല്ലേ നോക്കിയെന്ന് വെച്ചു. രക്ഷിക്കാനായിട്ട് എടി എല്ലാം മറച്ചു വെക്കുന്നാണ്ടി ഈ കുടുംബത്തെ രക്ഷിക്കാൻ നോക്കുന്നു. ഒരിക്കലും അല്ല, നീ മനഃപൂർവ്വം എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്താ. നിന്നോട് സഹിക്കാനും പൊറുക്കാനും ഒന്നും പറ്റില്ല. അതേ ധർമ്മേട്ടൻ ഇതിന്റെ പേരിൽ എന്നെ കുറെ തല്ലി, എന്നിട്ടൊരു സോറി പോലും പറഞ്ഞില്ല, ക്ഷമിക്കട്ടെ എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇടുന്നതിനെ തല്ലുമല്ല, നിന്നെ കൊല്ലുക ചെയ്യണ്ടേ. ഞാനായതുകൊണ്ട് അത് ചെയ്തില്ല, വേറെ വല്ലവരും ആണെങ്കിലും നിന്നെ പണ്ട കൊന്നേനെന്ന് പറഞ്ഞിട്ട് കഥമൊക്കെ വലിച്ചടച്ച് ധർമ്മനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ധർമ്മന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് മിത്രയും കൂട്ടിക്കൊണ്ട് ആരും വീട്ടിലേക്ക് വരുവാണ്. വരുന്ന വഴിക്ക് ബൈക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ മിത്ര ചോദിച്ചു, എന്താ ആര്യാന്ന് ചോദിച്ചു. അതെ, കുറെ ദിവസം കൂടിയല്ലേ വീട്ടിലേക്ക് പോകുന്നത്. അതെ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പോകാൻ പറഞ്ഞേ. എനിക്ക് ഒരിടത്തും ഇറങ്ങണ്ട, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെന്നാൽ മതി, എല്ലാവരെയൊക്കെ കാണാൻ കൊതിയായെന്ന് പറഞ്ഞു. അപ്പൊ മിത്ര മാറിയിട്ടുണ്ടായിരുന്നു, പഴയ മിത്ര തന്നെയാണ് വീണ്ടും വരുന്നത്. അങ്ങനെ ഒടുവിൽ അവര് വീട്ടിലേക്ക് വരിക. ഈ സമയത്ത് ബാലൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടപ്പം ഗോമതി ചോദിച്ചു, എവിടേക്കാ ബാലേട്ടാ? അതെ, ഡീലർ ഇന്ന് കാണണം, ഡീലർ ഇന്ന് കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനാണ് മിത്ര ഹരിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ മിത്ര ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി വന്ന് ഗോമതിയെ കെട്ടിപ്പിടിച്ചു. അപ്പച്ചിന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുകൊള്ളുകയാണ്. ഈ സമയം ഗോമതിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് മിത്രയോട് എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ? അതൊക്കെ സൂപ്പറായിരുന്നു, ഞാനല്ലേ പോയത്, എല്ലാത്തിലും ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. കൊള്ളാലോ, മിടിക്കാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാലിനെ കണ്ടേ. പെട്ടെന്ന് അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, അങ്കിളിന് സുഖമാണോ അല്ലേന്ന് ചോദിച്ചു. അല്ല, ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊന്നും പ്രശ്നമില്ലായിരുന്നു അങ്കിളെ, ട്രെയിനിങ് ഒക്കെ ഓക്കെ ആയിരുന്നു പറഞ്ഞു. ആ സമയത്ത് ബാലൻ പറഞ്ഞു, ക്ഷീണിച്ചു വന്നല്ലേ, ആഹാരം കഴിക്കുക. കോമതി, അവർക്ക് ആഹാരം എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുക, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കോമതിയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമായിരുന്നു. അപ്പോഴേക്കും മിത്ര വെച്ചു, എന്താ അപ്പച്ചി, ഞാൻ വന്നതിൻ്റെ സന്തോഷമൊന്നും അപ്പച്ചിയുടെ മുഖത്ത് കാണുന്നില്ലോ, എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി ആര്യ, അങ്കിളിന് ഇഷ്ടമില്ല ഞാൻ പോലീസ് ട്രെയിനിങ്ങിൽ നിന്നും പോയത്, അപ്പൊ അതുകൊണ്ടായിരിക്കും മേഡ് ഫോർ ഈച്ചതർ എന്ന് പറയുന്ന കണക്ക് അപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്ന് പറഞ്ഞു.
പക്ഷേ പറയാൻ പറ്റില്ലല്ലോ എന്താ ഏതാ സംഭവം എങ്ങനെയെന്നൊക്കെ. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവള് പ്രതികരിക്കുമെന്നും അറിയില്ല. പിന്നീട് മിത്ര അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ മീനാക്ഷി നിൽക്കുന്നുണ്ട്. മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. വട്ടം കറക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, ആഹാ ചേച്ചി എന്നൊക്കെ വിളിച്ചോണ്ട്. മീനാക്ഷി പറഞ്ഞു, എന്നെ ഒന്ന് വിടറേന്ന് പറഞ്ഞു, എനിക്ക് തല ഇറങ്ങുമെന്ന് പറഞ്ഞു. അതെ എന്തിനാന്നറിയോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്തിനാ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര മീനാക്ഷിനെ നോക്കി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.